സജിത്ത്, ഈ വിഷയത്തെ ബി.ജെ.പി. ആയുധമാക്കുന്നുണ്ട്. ബി.ജെ.പി. കൃത്യമായി ചോദിക്കുന്നു, എന്താണ് ഈ വിഷയത്തിൽ പുതിയ സർക്കാരിന് പറയാനുള്ളത്? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞു പോയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ. എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ സർക്കാരിനൊരു മറുപടി നൽകേണ്ടതായി വരും. സർക്കാരിന് കൃത്യമായൊരു നിലപാടും സ്വീകരിക്കേണ്ടതായി വരുമല്ലോ സജിത്ത്. അഭിലാഷ്, പുതിയ സർക്കാരിന് അല്ലെങ്കിൽ വി.ഡി. സതീശന് വ്യക്തിപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട നിരവധി ബാധ്യതകളുണ്ട്. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളിലും അധികാരം കിട്ടിയപ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യം, ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നത് മുനമ്പം വിഷയം തന്നെയാണ്. കാരണം സമൂഹത്തിൽ വലിയ രീതിയിൽ ചേരിതിരിവുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിരുന്ന, ദീർഘദിവസങ്ങളായി സമരം നടന്നിരുന്ന, പൊതുസമൂഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്ന, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടായ ഈ വിഷയത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്യം, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ, അതിന് അന്ന് സർക്കാർ തയ്യാറാവണം, അല്ലെങ്കിൽ തങ്ങൾ തയ്യാറാകും, തങ്ങൾക്കൊരു ശേഷിയുണ്ട് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം, ഇപ്പോൾ അധികാരം കിട്ടുമ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കുമോ എന്ന ചോദ്യമാണ്, എന്ത് പരിഹാരം എന്ന ചോദ്യമാണ്. ഇതിനിടയിലാണ് വഖഫ് പോർട്ടിലേക്ക് ഈ സ്ഥലം ആഡ് ചെയ്യപ്പെട്ട് വഖഫ് ഭൂമിയാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വിവരവും ഇത് അല്പം മുമ്പ് കേട്ട മുനമ്പം നിവാസികളുടെ പ്രതികരണവും ഒക്കെ നമ്മൾ കേട്ടത്. അപ്പോൾ ഇതിലെന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യം സ്വാഭാവികമായും വി.ഡി. സതീശന് മുന്നിൽ ഉണ്ടാവുകയാണ്, പുതിയ സർക്കാരിന് മുന്നിൽ ഉണ്ടാവുകയാണ്. എന്ത് നടപടി എന്ന ചോദ്യമാണ്. നമുക്ക് വേഗത്തിൽ ഇതുവരെ ഉള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നോക്കൂ, മുനമ്പം കേസിൻ്റെ ഇതുവരെയുള്ള ചിത്രം ഇതാണ്. വേഗത്തിൽ 2019 വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് സ്വത്തായി രേഖപ്പെടുത്തി. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവും നിയമ നടപടിയും ആരംഭിക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് കേസുകൾ ഹൈക്കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും നടക്കുന്നു. നാട്ടുകാർക്ക് ഭൂമി വിൽക്കാനും ബാങ്ക് വായ്പയ്ക്കായി പണയം വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് സംഭവിക്കുന്നത് 2025 ഒക്ടോബറിൽ ഈ ഭൂമി വഖഫ് സ്വത്തായി കണക്കാക്കുന്നതിനാവില്ലെന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തലുണ്ടാവുന്നു. അതാണ് ഒരു സുപ്രധാനമായ കാര്യം. അതായത് ഈ മുനമ്പം സമരങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ഹൈക്കോടതി ഒരു സുപ്രധാനമായ പരാമർശം നടക്കുന്നത്. അന്നത്തെ സർക്കാർ, കഴിഞ്ഞ ഇടതു സർക്കാർ വളരെ അനുകൂലമായി, ഈ മുനമ്പത്തുകാർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു. അതേ തുടർന്നു കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു നിലപാടുണ്ടാവുന്നത്, സ്വീകരിക്കുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് വഖഫ് സംരക്ഷണ സമിതിയുടെ അപ്പീലുണ്ടാകുന്നു. ഈ ഭൂമി വഖഫ് അല്ല എന്ന ഭാഗം സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി. ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ്. അതായത് വഖഫ് ബോർഡിൻ്റെ പോർട്ടലിൽ ഈ ഭൂമി വഖഫ് ഭൂമി എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ കാരണമായി പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ഓർഡറാണ്. പക്ഷേ ഈ കേസ് തീർപ്പായിട്ടില്ല. കേസ് ഇപ്പോഴും നടപടിക്രമങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ സുപ്രധാനമാവുന്ന ഒരു കാര്യം, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ബി.ജെ.പി. എടുത്ത നിലപാടുകൾക്കപ്പുറം വി.ഡി. സതീശനെ കുഴയ്ക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കൺസോളിഡേഷനൊക്കെ ഉണ്ടായി യു.ഡി.എഫിന് അനുകൂലമായി എന്ന് പറയുന്നതിനും അപ്പുറം, അല്ലെങ്കിൽ അതിനോടൊപ്പം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും സർക്കാർ യു.ഡി.എഫിന് ഒപ്പം നിന്നു. അതാണ് ഭരണത്തിലേറുന്നതിന് കാരണമായത്. പക്ഷേ ഇപ്പോൾ നോക്കുക, വി.ഡി. സതീശനെതിരെ ദീപിക ദിനപത്രം ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു മുനമ്പം വിഷയത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദീപിക ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് വലിയ രാഷ്ട്രീയവുമുണ്ട്. ചോദ്യങ്ങൾ ഇതാണ്: അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി മറന്നുപോയെന്ന ചോദ്യം ദീപിക ഓർമ്മപ്പെടുത്തുന്നു എഡിറ്റോറിയലിലൂടെ. മറ്റൊരു കാര്യം, നീതിക്ക് പോലും മതം തടസ്സമാകുകയാണോ എന്ന ചോദ്യം എഡിറ്റോറിയൽ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിൽ ദീപിക ഉന്നം വയ്ക്കുന്നത് സ്വാഭാവികമായും ലീഗ് അടക്കമുള്ള സംവിധാനങ്ങളെയാണ്. കാരണം സർക്കാരിന് മുന്നിൽ മറ്റൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കേരയിൽ വിജ്ഞാപനം റദ്ദാക്കിയ ആർജവം മുനമ്പത്തിലില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു ദീപിക. അതിനും പിന്നിലും മറ്റൊരു രാഷ്ട്രീയമുണ്ട്. വഖഫ് ബോർഡിൻ്റെ വിജ്ഞാപനങ്ങളെ തൊട്ടുകളിക്കാൻ ഭയമാണ് എന്ന വാദം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് പുതിയ സർക്കാരിന് മേൽ സമ്മർദ്ദങ്ങളുണ്ട്, അതിൽ അതിജീവിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുന്നോട്ട് വരുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു ദീപിക. തീരുന്നില്ല ദീപിക ഉന്നയിക്കുന്ന മറ്റു ചോദ്യങ്ങൾ. ഇസ്ലാമോഫോബിയ പടർത്താൻ കാരണം വഖഫ് നിയമമാണ്. രാജ്യത്ത് വഖഫ് ബോർഡിന് വഖഫ് നിയമം ഇങ്ങനെ ഉണ്ടാക്കി വിട്ടത് കോൺഗ്രസ് ആണ് എന്ന് മറക്കരുത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ ആണ് ഇത്തരമൊരു ഫ്രീഡം ഉണ്ടാക്കി കൊടുത്തത്, അത് മറക്കരുത് എന്ന കാര്യം ദീപിക ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം വഖഫിൻ്റെ ചെരുപ്പിനനുസരിച്ച് നീതിയുടെ കാലുകൾ വെട്ടുന്നു എന്നതാണ്. അതായത് വഖഫ് ബോർഡിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് കൂടി പറയുന്നു. ഒപ്പം മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്, ഇരകളേക്കാൾ നിസ്സഹായാവസ്ഥയിലാണോ എന്ന് പുതിയ സർക്കാർ ആത്മപരിശോധന നടത്തണം എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിനർത്ഥം ഇതാണ്: മുസ്ലിം ലീഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന യു.ഡി.എഫ്. സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് അവരെ തൃപ്തിപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ദീപിക ദിനപത്രം. ഇതുവരെ
കോൺഗ്രസിനും വി.ഡി. സതീശനെയൊക്കെ അനുകൂലിച്ച് നിന്ന ദീപിക മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം വൈകരുത്, പുതിയ മുഖ്യമന്ത്രിയുടെ തീരുമാനം വൈകരുത് എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളിൽ ആദ്യത്തെ ആർജവം പുതിയ സർക്കാരിനുണ്ടോ, വി.ഡി. സതീശൻ ആ നിലപാട് വ്യക്തമാക്കണമെന്ന സമ്മർദ്ദം കൂടി ദീപിക അവരുടെ ലേഖനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നു എന്നാണ് സാഹചര്യം. സ്വാഭാവികം, നമുക്ക് വ്യക്തമാണ് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിലും അറിയാനുണ്ട്. സുപ്രീം കോടതിയിലെ തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ മുനമ്പത്തുകാർക്ക് ആശങ്കയുണ്ട്. ഏറ്റവും ഒടുവിൽ വഖഫ് പോർട്ടലിലേക്ക് ഈ സ്ഥലം കൂടി ആഡ് ചെയ്യപ്പെടുമ്പോൾ വലിയ ആശങ്കയുണ്ട്. പുതിയ സർക്കാരിന് മുന്നിൽ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മുന്നിൽ വ്യക്തിപരമായും ഏറെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി ഇത് മാറുകയാണ്. എന്ത് നിലപാടെടുക്കും? മുനമ്പത്തുകാരോട് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ആർജവത്തോടെ ഇടപെടാൻ പുതിയ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ചോദ്യമാണ്. ഈ വിമർശനങ്ങളെ ഏറ്റെടുക്കുമോ? കണ്ടറിയേണ്ടി വരും ദിവസം. യെസ്, തീർച്ചയായും കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിരുന്ന വി.ഡി. സതീശൻ്റെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന വിഷയം മാത്രമല്ല, വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എറണാകുളത്ത് നിന്നുള്ള ഒരു മുഖ്യമന്ത്രി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ വി.ഡി. സതീശനെ പിന്തുണച്ച രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നു. അവിടെയാണ് ദീപിക പോലെയുള്ള പത്രത്തിൻ്റെ മുഖപ്രസംഗം പ്രസക്തമായി മാറുന്നത്. അത് വി.ഡി. സതീശനോട് ചോദ്യങ്ങളായി തന്നെ ചോദിക്കുന്നു എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നു, അത് മതപരമായൊരു വിഷയം എന്നതാണോ തടസ്സം എന്ന ചോദ്യം കൂടി ഉന്നയിക്കുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു പോകേണ്ടതായി വരും സർക്കാരിന് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.